ഏവർക്കും സാഹിതിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക്, എൻ്റെ എഴുത്തുവഴികൾ എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒത്തിരി സന്തോഷത്തോടെ ഇന്ന് സാഹിതി നിൽക്കുന്നത് ഒരു ഗുരുനാഥന്റെ വീട്ടിലാണ്. എൻ്റെ എഴുത്തുവഴികൾ എന്ന പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെ കുറിച്ച് പറയും എന്ന പ്രതീക്ഷയിലെത്തിയ സാഹിതിക്ക് ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം, ഒരു നാടക കാലഘട്ടം, ഒത്തിരി വർഷങ്ങൾ നീണ്ടുനിന്ന ജീവിതം, ഇതൊക്കെ പറഞ്ഞുതരാൻ ആ ഗുരുനാഥന് സാധിച്ചു. മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ച് ആലപ്പുഴക്കാർക്ക് ചിരപരിചിതനായ ഒരു വലിയ മനുഷ്യൻ. 35 വർഷത്തിലേറെ ഔദ്യോഗിക ജീവിതം സർക്കാർ ജോലി ആയിരുന്നുവെങ്കിലും ഒത്തിരി നാള് മലയാള നാടകവേദിയിൽ അഭിനേതാവായും നാടകകൃത്തായും നാടക സംവിധായകനായും സംഘാടകനായും തിളങ്ങിയ ഒരു വലിയ മനുഷ്യൻ. പിന്നീട് ഔദ്യോഗിക ജീവിതത്തിന് ശേഷം നിരന്തരമായ വായനയും എഴുത്തിലേക്കും കടന്നു വന്ന ഒരു വലിയ മനുഷ്യൻ. മിഴാവ്, രാത്രിവണ്ടി, പാടവരമ്പത്ത് തുടങ്ങിയ നിരവധി കൃതികളുടെ കർത്താവ്. ഏറെ സന്തോഷത്തോടെ, ഏറെ അഭിമാനത്തോടെ പറയേണ്ട ഒരു പേര്. കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം, ആർട്ടിസ്റ്റ് കേശവൻ ഫൗണ്ടേഷന്റെ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ വാങ്ങിയ ഒരു വലിയ മനുഷ്യൻ. ഏത് പ്രസംഗവേദിയിലും ചിരിച്ച മുഖത്തോട് മാത്രം പ്രസംഗിക്കുന്ന, ആലപ്പുഴക്കാരെന്നും ഓർക്കുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, എന്നും ചിരിച്ച മുഖത്തോട് മാത്രം പ്രസംഗിക്കുന്ന, ആലപ്പുഴക്കാർ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ മനുഷ്യൻ. വിശേഷണങ്ങൾ ഏറെയാണ്. ഏറെ അഭിമാനത്തോടെ, അതിലേറെ ഇഷ്ടത്തോടെ, അതിലേറെ ബഹുമാനത്തോടെ പറയേണ്ട ഒരു പേര് ശ്രീ പുന്നപ്ര അലിയാർ എന്ന ആലപ്പുഴയുടെ സ്വന്തം അലിയാർ മാക്കീം. നമസ്കാരം. അലിയാർ സാറാണെന്ന് എൻ്റെ എഴുത്തുവഴികൾ എന്ന പങ്ക്തിയിൽ സാഹിതിയോടൊപ്പം അല്പസമയം ചിലവഴിക്കുന്നത്. ഇന്ന് തന്നെയും നിരവധി പ്രോഗ്രാമുകൾ സാറിനുണ്ട്. എന്നിട്ടും നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ നമുക്ക് വേണ്ടി അല്പസമയം മാറ്റിവെക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് സാഹിതിയെ ക്ഷണിച്ചത്. പക്ഷേ പറഞ്ഞു തുടങ്ങിയപ്പോൾ ആ പഴയ നാടകക്കാരനെ, പഴയ എഴുത്തുകാരനെ സാഹിതിക്ക് വീണ്ടും കാണാൻ കഴിഞ്ഞു. സമയം ഓർക്കാതെ ആ നാടകത്തിന്റെ കാലഘട്ടത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഒരുപക്ഷെ ഈ അദ്ദേഹവുമായിട്ടുള്ള അഭിമുഖം കേൾക്കുമ്പോൾ ഇന്നത്തെ തലമുറ അറിഞ്ഞിരിക്കേണ്ട കുറേയേറെ കാര്യങ്ങൾ സാർ പറഞ്ഞു തരുന്നുണ്ട്. കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയപരമായും സാമുദായികപരമായും സാംസ്കാരികപരമായും വരുന്ന മാറ്റങ്ങളെക്കുറിച്ച്, അതിനുണ്ടാകുന്ന വേദന, ഒരു എഴുത്തുകാരൻ എന്നതിലുപരി ഒരു കലാകാരന് ഉണ്ടാകുന്ന വേദന, അതൊക്കെ വളരെ ഇമോഷണലായിട്ട് തന്നെ സാറ് പറയുകയുണ്ടായി. അപ്പോഴും സാറിന്റെ മുഖത്ത് ആ ചിരി ഉണ്ടായിരുന്നു. സാറിന്റെ വാക്കുകളിലൂടെ ഒരു കാലഘട്ടത്തിന്റെ നാടക ചരിത്രം, അതോടൊപ്പം തന്നെ എഴുത്തിന്റെ വഴികൾ, സാറിന്റെ വായന, സാറിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ സമൂഹത്തിൽ മാറ്റിയെടുക്കാൻ പറ്റിയ കാര്യങ്ങൾ, ഇതൊക്കെ സാറ് നമ്മളോട് വിശദീകരിക്കുകയാണ്. സാധാരണ സാഹിതി എന്ന ചാനൽ പോലും പുസ്തകങ്ങളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സാഹിതിയുടെ ഗുരുസ്ഥാനീയനായ അലിയാർ സാറ് പറയുമ്പോൾ ഇതിൽ നിന്നൊന്നും വെട്ടിമാറ്റാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നില്ല സാറ് പറഞ്ഞത്. വളരെ ചിരിച്ചുകൊണ്ട്, എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഉള്ളിൽ വേദനയോടുകൂടി കേട്ടിരിക്കേണ്ടി വരുന്ന ചില കാര്യങ്ങൾ. ഇത്തവണ സാഹിതി പ്രോഗ്രാം ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു പ്രധാന കാര്യം, സാർ സംവദിച്ചത് ഓഡിയൻസിനോടാണെങ്കിൽ പോലും തൊട്ടടുത്തിരുന്ന അടുത്ത തലമുറ 9ാം ക്ലാസ്സുകാരിയായ എൻ്റെ മകൾ ശിവകാമിയോടായിരുന്നു സാർ കൂടുതലും പറഞ്ഞത്. അതൊരു ഗുരുനാഥന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ. താനൊരു ക്യാമറയുടെ മുന്നിലാണെന്നും ഓർക്കാതെ മുന്നിലിരിക്കുന്ന കുട്ടിയോട് ഒരു ഗുരു ഒരു ശിഷ്യയോട് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഒരു അച്ഛൻ ഒരു മകൾക്ക് കൊടുക്കുന്ന ഉപദേശം പോലെ. ശരിക്കും ഞാനത് കണ്ടത് ഒരു എഴുത്തുകാരന് അല്ലെങ്കിൽ ഒരു തികഞ്ഞ കലാകാരൻ ഈ സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത, സമൂഹത്തിന് കൊടുക്കേണ്ട കാര്യങ്ങൾ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഒത്തിരി സന്തോഷം. ദീർഘിപ്പിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. അദ്ദേഹം പറയുന്നത് കേൾക്കാം. നന്ദി, നമസ്കാരം.
ഞാൻ ഒരു ചെറിയ പ്രായത്തിൽ, അതായത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നത്. ഇവിടെ ഗവൺമെന്റ് JBSലായിരുന്നു ഞാൻ പഠിച്ചത്. അപ്പൊ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വേലിത്തമ്പി ദളവയായിട്ട് വേഷം ചെയ്താണ് ഞാൻ സത്യത്തിൽ ഒരു അഭിനയ ജീവിതം തുടങ്ങുന്നത്. ടീച്ചേഴ്സ് എല്ലാം കൂടെ ചെറിയ കുട്ടിയായ എന്നെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരു മഴക്കോട്ടൊക്കെ കൊണ്ടുവന്ന്, വേലുത്തമ്പിക്ക് വലിയ കോട്ട് വേണമല്ലോ, ഇതുപോലെ ഒരു മഴക്കോട്ടൊക്കെ കൊണ്ടുവന്ന് ഇട്ട് ഒരു വാള് പോലത്തെ ഒരു സംഭവമൊക്കെ തന്ന് വേലുത്തമ്പി ദളവയായിട്ട് അഭിനയിച്ചു 4ാം ക്ലാസ്സിൽ. ഇതൊരു കലാജീവിതത്തിന്റെ ഒരു ഓർമ്മ മനസ്സിൽ നിൽക്കുന്നത് അങ്ങനെ. പിന്നീട് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഇടയ്ക്ക് ചെറിയ ചെറിയ നാടകങ്ങൾ, സ്കൂൾ നാടകങ്ങളിലൊക്കെ സ്ത്രീവേഷമൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ടീച്ചേഴ്സൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്തു. 7ാം ക്ലാസ്സിൽ എനിക്ക് അവിസ്മരണീയമായിട്ടുള്ള ഒരു അനുഭവം ഉള്ളത്, എറണാകുളത്തേക്ക് വിനോദയാത്ര പോകാനായിട്ട് സ്കൂൾ തീരുമാനിക്കുന്നു. 6 രൂപയാണ് വേണ്ടത്. 6 രൂപ എന്ന് പറയുമ്പോൾ 68 ഒക്കെ ആയിരിക്കാം, 1968 6 രൂപ എടുക്കാനില്ല. അപ്പൊ ഞാൻ അത്യാവശ്യം നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു. ടീച്ചേഴ്സിനെല്ലാം എന്നോട് പ്രത്യേക ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗോപിനാഥ പണിക്കർ സാർ എന്ന് പറയുന്ന കഥകളിയോട് വലിയ അഭിനിവേശം ഉണ്ടായിരുന്ന ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ കൂടിയായിട്ടുള്ള പണിക്കർ സാറ് എന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചിട്ട് ചോദിച്ച്, എന്താണ് ടൂറിന് വരുന്നില്ലേ എന്ന് ചോദിച്ചു. നമ്മൾ ടൂറിന് വന്നാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ 6 രൂപ എന്ന് വലിയ എമൗണ്ട് കേട്ടോ, 6 രൂപ എടുക്കാനില്ല. അതായത് നിന്റെ എത്ര രൂപ ഉണ്ടാവും? നമ്മൾ 3 രൂപ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ കുഴപ്പമില്ല, ബാക്കി 3 രൂപ ഞാൻ തരാം എന്ന് പറഞ്ഞു. അങ്ങനെ സാറ് ഇങ്ങോട്ട് പകുതി പൈസ ഇട്ട് എന്നെ എറണാകുളത്തേക്ക് വിനോദയാത്ര കൊണ്ടുപോയി എന്നുള്ളതാണ് അവിസ്മരണീയമായ അനുഭവം എന്ന് പറയുന്നത്. ആ സമയത്ത് ജ്ഞാനപീഠം അവാർഡ് ജി ശങ്കരക്കുറുപ്പ് സാറിന് കിട്ടിക്കഴിഞ്ഞ സന്ദർഭം. വലിയ കവിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട് സന്ദർശിക്കാനായിട്ട് തീരുമാനിച്ചു ഈ യാത്രാ സംഘം. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹം ഇങ്ങനെ വലിയ മനുഷ്യനായി നീണ്ടു നിവർന്ന് നിൽക്കുകയാണ്. എന്തോ ഒരു അനുഭൂതി ഉണ്ടായെന്ന് തോന്നി. ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ പലപ്പോഴും പ്രേരണ ഇല്ലാതെ തന്നെ തൊട്ട് നമസ്കരിച്ചു എന്നുള്ളത്. അപ്പൊ ടീച്ചേഴ്സും കൂടെയുള്ളവരിങ്ങനെ അർത്ഥിച്ചിരിക്കുക, പറയാതെ തന്നെ ഞാനത് ചെയ്തല്ലോ എന്നാണ്. അപ്പൊ അദ്ദേഹം എന്നെ കുനിഞ്ഞ് എന്നെ ഉയർത്തി എനിക്ക് എൻ്റെ തലയിൽ വെച്ച് അനുഗ്രഹിക്കുകയും കൈവച്ച് അനുഗ്രഹിക്കുകയും കുറച്ച് പുസ്തകങ്ങളെല്ലാം തരികയും ചെയ്തു. പിറ്റേ ദിവസം തന്നെ എനിക്ക് തോന്നുന്നു സ്കൂളിൽ പ്രത്യേകമായിട്ടുള്ളൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. ഞാൻ അങ്ങനെ ചെയ്തതിൽ അതൊരു വലിയ ഗുരുത്വമാണെന്നും അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്നും ഒക്കെ എൻ്റെ ടീച്ചേഴ്സ് എല്ലാം വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞ ഒരു കാര്യം മനസ്സിലെപ്പോഴും ഉണ്ട്. 2 രീതിയിലാണ് ഞാൻ അതിനെ കാണുന്നത്. ഒന്ന്, അത്തരമൊരു യാത്രയ്ക്ക് സ്നേഹം കൊണ്ട് എന്നെ സഹായിച്ച എൻ്റെ അധ്യാപകനെ കുറിച്ചിട്ടുള്ള വലിയ ഓർമ്മ. രണ്ടാമത് ജി ശങ്കരക്കുറുപ്പിനെ പോലെയുള്ള ഒരു മഹാനായ എഴുത്തുകാരനെ കുഞ്ഞുനാളിലെ കാണാനും അദ്ദേഹത്തിൻ്റെ വലിയ അനുഗ്രഹം യാദൃച്ഛികമായിട്ടെങ്കിലും ലഭിക്കാൻ കഴിഞ്ഞതിലുള്ളൊരു സന്തോഷം നിൽപ്പുണ്ട്. ഒരു ചെറിയ കാലം. ഹൈസ്കൂൾ ജീവിതം അറോവാട് ഹൈസ്കൂളിലായിരുന്നു. അത് ടീച്ചേഴ്സ് എല്ലാം സ്വാഭാവിക അത്യാവശ്യം നന്നായി പഠിക്കുന്ന ഒരാളെന്ന രീതിയിലുള്ള പരിഗണന ഉണ്ടായിരുന്നു. പ്രസംഗം എൻ്റെ ഒരു വിഷയമായിരുന്നു. പിന്നെ ഉപന്യാസ രചന, ഇംഗ്ലീഷ് കവിതകൾ കാണാതെ പിടിച്ച് പറയുക, ഇതൊക്കെയായിരുന്നു. പിന്നെ നാടക അഭിനയം, ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു എക്സ്ട്രാ കരിക്കുലറായിട്ടുള്ള ഒരു തുടക്കം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ST കോളേജിൽ പ്രീ ഡിഗ്രി ചെയ്യുന്നു. പ്രീ ഡിഗ്രി ചെയ്തതിന് ശേഷം ഡിഗ്രി ഞാൻ BSc കെമിസ്ട്രി ആയിരുന്നു കേട്ടോ, രസതന്ത്രമായിരുന്നു. രസതന്ത്രം ഒന്നും എന്നോട് ചോദിക്കുകയൊന്നും ചെയ്യരുത്, കാരണം എനിക്കിപ്പോൾ ഒന്നും അറിയത്തില്ല. ഹൈഡ്രജൻ ഓക്സൈഡ് ചേർന്നാൽ വെള്ളം ഉണ്ടാകുമെന്ന് അനിൽ പറഞ്ഞെങ്കിലേ എനിക്കിപ്പോൾ ബോധ്യപ്പെടുത്തുള്ളൂ. എൻ്റെ അവസ്ഥ അതാ. എനിക്ക് ആ വിദ്യാഭ്യാസം തത്വത്തിൽ ഉപകരിച്ചില്ല എന്നുള്ളത്.
കാരണം ഞാൻ പോകേണ്ടിയിരുന്ന സ്ഥലം അതായിരുന്നില്ല. ഞാൻ രാവിലെ ട്യൂട്ടോറിയലിൽ പോയി ട്യൂഷൻ എടുത്ത് ആ ചോക്കുപൊടിയായിട്ടാണ്, കെമിസ്ട്രി എന്ന എല്ലാവർക്കും കിട്ടുന്ന വിഷയമല്ല, നന്നായി പഠിക്കുന്നവർക്ക് മാത്രം തരുന്നതാണ് കെമിസ്ട്രി. അപ്പൊ അങ്ങ് ചോക്കുപൊടിയായിട്ട് കോളേജിലേക്ക് പോയിരുന്നു. അപ്പൊ എൻ്റെ പ്രൊഫസർ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ബാലകൃഷ്ണപിള്ള സാറായിരുന്നു. ബാലകൃഷ്ണപിള്ള സാർ ഒരിക്കൽ എന്നെ വീട്ടിലേക്ക് വിളിപ്പിച്ചു. ഞാൻ ചെന്ന്, അദ്ദേഹം ഇങ്ങനെ ഇവിടെ താമസിച്ചാണല്ലോ വരുന്നത്, നമ്മൾ രാവിലെ ട്യൂഷൻ എടുത്തിട്ടാണ് വരുന്നതെന്ന്. അപ്പൊ സാർ ചോദിച്ച്, ഒരു മാസം എത്ര രൂപ കിട്ടും? ഞാൻ അന്ന് കിട്ടുന്ന ഒരു പൈസ പറഞ്ഞു. ആ പൈസ ഞാൻ തന്നേക്കാം, എങ്കിലെങ്കിലും താൻ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് സ്കൂളിൽ വരിക എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കത് അന്ന് മനസ്സിലായില്ല. സാറ് പറഞ്ഞത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. കെമിസ്ട്രി പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം അന്ന് ഇറങ്ങി. അത് ഇങ്ങനെ ആരും കാണാതെ വായിക്കേണ്ട കാലമാണ് അത്. ഇന്നിപ്പോൾ നമുക്ക് പരസ്യമായിട്ട് വായിക്കാം. അതിൻ്റെ ഭാഷയും പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മുടെ സദാചാര മൂല്യങ്ങളെ തകർത്ത് കളയുന്നതാണെന്നാണ് അന്നത്തെ സമൂഹം കരുതിയിരുന്നത്. പക്ഷെ ഞാൻ എന്തായാലും ആ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കെമിസ്ട്രി പഠിച്ചില്ലെങ്കിലും ഈ ഖസാക്കിന്റെ ഇതിഹാസം നന്നായിട്ട് പഠിച്ചിരുന്നു. കെമിസ്ട്രി അസോസിയേഷന്റെ ഉദ്ഘാടന യോഗത്തിൽ ഞാൻ ഒരു പ്രബന്ധം അവതരിപ്പിച്ചു ഖസാക്കിന്റെ ഇതിഹാസത്തെക്കുറിച്ച്. അതൊരു അതിശയകരമായ കാര്യമായിരുന്നു. കാരണം കെമിസ്ട്രിക്ക് പഠിക്കുന്നവന് ഈ ഖസാക്ക് പോലെയുള്ള അത്ര ദുരൂഹമായിട്ടുള്ള ഒരു രചനയെ കുറിച്ചിട്ട് പറയാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. എന്തായാലും കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് കാത്തു നിൽക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ്. ഇദ്ദേഹമൊക്കെ മനസ്സിലാക്കിക്കൊള്ളണം, ഞാൻ കറക്റ്റ് 18 വയസ്സുള്ളപ്പോൾ PSC അപ്ലൈ ചെയ്ത ആളാണ് ജോലിക്ക് വേണ്ടിയിട്ട്. ട്യൂഷൻ എടുക്കുന്നതിൻ്റെ ഒരു ബലം എനിക്കുണ്ട് കേട്ടോ. അത്യാവശ്യം GK ഒക്കെ, ജനറൽ നോളജ് ഒക്കെ എനിക്കറിയാം. 19ാമത്തെ വയസ്സ് ടെസ്റ്റ് എഴുതി, 20ാമത്തെ വയസ്സ് റിസൾട്ട് വന്നു, ഞാൻ റാങ്ക് ലിസ്റ്റിലുണ്ട്. കോളേജ് ഡിഗ്രി കഴിയുന്നു, അധികം താമസിയാതെ തന്നെ 21ാമത്തെ വയസ്സിൽ തന്നെ എനിക്ക് ജോലി കിട്ടി. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്ത് പ്ലാനിംഗ് ബോർഡിൽ ചെറിയ ജോലി, അധോമണ്ഡല ഗുമസ്തന്റെ LD ക്ലർക്കായിട്ട് ജോയിൻ ചെയ്യുന്നു. LD ക്ലർക്കായിട്ട് ജോയിൻ ചെയ്യുന്ന ഇതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ ഞാൻ ഈ ഏകാംഗ നാടകങ്ങൾ എഴുതുകയും അവതരിപ്പിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്യുന്ന പണിയുണ്ടായിരുന്നു. അന്ന് ഈ നാടക മത്സരങ്ങൾ, പ്രത്യേകിച്ച് ഏകാംഗ നാടക മത്സരങ്ങൾ വളരെയധികം നടക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് ഒക്കെ കൊണ്ടുചെന്നിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇന്നലെ ഞായറാഴ്ച ഞാനൊരു കല്യാണത്തിന് വേണ്ടി പോയപ്പോൾ ഒരു 62 വയസ്സുള്ള ഒരാള്, അയാളൊരു ഗവൺമെന്റ് ജീവനക്കാരായിരുന്നു, ആഫ്റ്റർ റിട്ടയർമെന്റ് ആണ്. അപ്പൊ അയാൾ എന്നെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്, സാറിന് എനിക്കിപ്പോ നല്ല ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇയാൾക്ക് എങ്ങനെയാ ഓർമ്മ? അപ്പൊ അയാൾ പറഞ്ഞതേ, H=MnCH² എന്ന് പറഞ്ഞ ഫോർമുല പറഞ്ഞ ആളല്ലേ എന്ന് ചോദിച്ചത്. അതൊരു കഥയാണ്. നെടുമുടി അശോക് കുമാറിന്റെ നരനക്രം എന്ന് പറയുന്ന നാടകം ഉണ്ടായിരുന്നു. നരനക്രം, വിശ്വസുന്ദരിയായിട്ടുള്ള റീന മരിക്കുന്നു. ആ റീനയ്ക്ക് ജീവൻ നൽകാൻ വേണ്ടിയിട്ട് ഒരു ശാസ്ത്ര സംഘം പരിശ്രമിക്കുന്നതാണ്. അവസാനം ഫോർമുല കണ്ടുപിടിച്ചു. ആ ഫോർമുലയാണ് H=MnCH². അപ്പൊ ഞാനായിരുന്നു ആ പ്രൊഫസർ എഡ്വേർഡ് എന്ന് പറഞ്ഞ ആള്, കോളേജ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഞാനായിരുന്നു ആ വേഷം ചെയ്തത്. അതിൽ H എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്, അതായത് മനുഷ്യൻ എന്നുള്ള സാധനം. അതിന് ഈ മൊണോറിയ ന്യൂറോസ് ആയിട്ട്, അതുപോലെ തന്നെ കടലിന്റെ അഗാധതയിൽ ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന നരനക്രം, ഹ്യൂമൻ ക്രൊക്കഡൈൽ, അതിന്റെ ഹൃദയഭിത്തിയിലെ രക്തം കൊണ്ടുവന്ന് നേരത്തെ പറഞ്ഞ ഈ രാസവസ്തുക്കളുമായി ഒരു പ്രത്യേക അനുപാതത്തിൽ മിക്സ് ചെയ്തിട്ട് അത് ഇഞ്ചക്ട് ചെയ്താൽ മരിച്ച ആളുകളെ ജീവിപ്പിക്കാൻ പറ്റും എന്നാണ് ആ നാടകം പറയുന്നത്. അപ്പൊ നാടകത്തിലെ ഫോർമുല ഇത്. അപ്പൊ ഞാൻ ഈ ഫോർമുല അതിൻ്റെതായിട്ടുള്ള താളക്രമത്തോടു കൂടി പറഞ്ഞത് ആൾക്കാരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ധരിച്ച് എത്ര കൊല്ലം കഴിഞ്ഞിട്ടാ, 40 കൊല്ലം കഴിഞ്ഞിട്ടും ആൾക്കാർ, 40 അല്ലല്ലോ, 47 കൊല്ലം കഴിയുമ്പോഴും മനുഷ്യരുടെ മനസ്സിലുണ്ടെന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഒരു ഗുണപാഠം ഉണ്ടായിരുന്നു. ഫോർമുലയൊക്കെ കണ്ടുപിടിച്ച്, പക്ഷേ ഈ സയന്റിസ്റ്റിന് ചില സ്വാർത്ഥത ഉണ്ടായിരുന്നു. റീനയുടെ ഭർത്താവ് അലക്സിനെ കൊന്നിട്ട് റീനയെ സ്വന്തമാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ജീവൻ കൊടുത്തു കഴിഞ്ഞിട്ട്. അപ്പോഴെന്താ പറ്റിയെന്നറിയാമോ? ഈ പറയുന്ന ആഗ്രഹത്തിന്റെ പേരിൽ കൂടെ സഹപ്രവർത്തകരായ മുഴുവൻ ആളുകളെയും കൊല്ലുകയാണ് ഇയാള്.
റീനയുടെ ഭർത്താവിനെയും കൊന്നു. അവസാനം റീനയുടെ ഡെഡ് ബോഡിയും ഇയാൾ മാത്രമാകുന്നു. അപ്പോൾ ഇഞ്ചക്ട് ചെയ്യാൻ പോകുന്നു, ഇഞ്ചക്ട് ചെയ്തിട്ട് റീനയെ ജീവിപ്പിക്കാം. പക്ഷെ അതിനു വേണ്ടി അങ്ങോട്ടേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അയാൾ ഈ ഫോർമുല മറന്നു പോകുക. അയാൾ ഉണ്ടാക്കിയ മെഡിസിൻ ഇതുണ്ടല്ലോ, അത് മറന്നു പോകും. അപ്പൊ അയാൾ ചോദിക്കുകയാണ് എച്ച് 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 ഈസ് ഈക്വൽ ടു വാട്ട് എന്ന രീതിയിൽ ഉത്തരം പറയാനാവാതെ നിന്നാണ് കട്ടം വീഴുന്നത്. അത് ആ കാലത്ത് 47 കൊല്ലം മുമ്പുള്ള കാര്യം പറയുന്നത്. ആ കാലത്ത് ആൾക്കാരെ വല്ലാതെ ആകർഷിച്ച ചെറിയ നാടകം. പക്ഷെ നടൻ എന്ന രീതിയിൽ എൻ്റെ നാട് അടയാളപ്പെടുത്തിയത് ഈ നരനക്രത്തിലെ പ്രൊഫസർ എഡ്വേർഡ് എന്ന വേഷമാണ്. ഇപ്പോഴും ആ വേഷം ചെയ്യാനുള്ള താല്പര്യമുണ്ട്, പക്ഷെ ശരീരം അനുവദിക്കുമെന്ന് അറിയത്തില്ല. ഇതാണ് അതുമായി ബന്ധപ്പെട്ട്. എന്തായാലും ജോലിയൊക്കെ കിട്ടി. അപ്പം ഞാൻ അത്യാവശ്യം ചെറിയ പ്രസിദ്ധീകരണങ്ങളിൽ കഥകൾ എഴുതുമായിരുന്നു, പ്രത്യേകിച്ച് മിനിക്കഥകൾ എഴുതുമായിരുന്നു. മിനിക്കഥ എഴുതുമ്പോൾ ഒരിക്കലും പുലിയൂർ രവീന്ദ്രൻ സാറിന് കളരി എന്ന് പറയുന്ന ഇൻഡന്റ് മാഗസിൻ ഉണ്ടായിരുന്നു, വീക്കിലി ഉണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് അധ്യാപകരാണ് അതിൻ്റെ വരിക്കാരായിട്ടുള്ളത്. അപ്പൊ ഞാൻ കഥകൾ എഴുതി കഴിയുകയും അദ്ദേഹം അത് പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്ത്, അത് കഴിഞ്ഞ് ഒരു ദിവസം ഒരു കാർഡ് വന്ന്, ആ കാർഡിൽ ഇങ്ങനെയായിരുന്നു, അലിയാർമാക്കിലിൻ്റെ കഥകളൊക്കെ ഞാൻ കൃത്യമായി വായിക്കുന്നുണ്ട്, പ്രസിദ്ധീകരിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ വായനക്കാരിൽ കൂടുതലും അധ്യാപകരായതുകൊണ്ട് കുറച്ചും കൂടെ ലളിതമായി എഴുതണം. ഇതായിരുന്നു എനിക്ക് അന്ന് ഈ അത്യന്താധുനിക സാഹിത്യം അതിൻ്റെ ഒരു നിൽക്കുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ടാണല്ലോ ഞാൻ OV വിജയനെ വായിച്ചത്. അപ്പൊ ഇതെങ്ങനെയൊക്കെ തലയ്ക്ക് പിടിച്ചിട്ടുള്ളതാണ്. എന്തായാലും അത് കുറച്ചുനാൾ അങ്ങനെ ചെറിയ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ കഥ എഴുതുകയും 10-15 രൂപയൊക്കെ അന്ന് ചെറിയ പ്രതിഫലമൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ ഈ സമയത്ത് ഈ നാടകം വീണ്ടും തലയിൽ കയറി. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് 1981 കൊല്ലം അനശ്വരയുടെ നിശാന്തം നാടകത്തിലേക്ക് അഭിനയിക്കാൻ വേണ്ടി എന്നെ ക്ഷണിക്കാനുണ്ടായ കാരണം, ഞാൻ അന്ന് കൊല്ലത്ത് പ്ലാനിങ്ങിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്, സിവിൽ സ്റ്റേഷനിൽ. അവിടെ ലക്ഷ്മി നടയിൽ ഇവിടെ കാതികൻ സാംബശിവൻ സാറിൻ്റെ ബ്രദർ വൺവിഷ രാജേന്ദ്രൻ, അദ്ദേഹത്തിന് ഒരു പ്രസ്സും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ചെല്ലുമായിരുന്നു. ഇങ്ങനെ തലയിൽ ഇതൊക്കെ ഉണ്ടല്ലോ. വൈകുന്നേരം ലക്ഷ്മി താമസിക്കുന്നത് ഞാൻ അവിടെ ഒരു ചെറിയ സംവിധാനത്തിലായിരുന്നു. അപ്പം ഞാൻ അവിടെ ചെല്ലും, കുറച്ചു നേരം ഇരിക്കും. അവിടെ വെച്ച് KK വാസുദേവ് എന്ന് പറയുന്ന ഒരു നാടകകൃത്തിനെ യാദർച്ഛികമായി പരിചയപ്പെട്ട്, അദ്ദേഹവും അവിടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് വന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നാടകമാണ് അന്ന് കൊല്ലം അനശ്വര എടുത്ത നിശാന്തം. അപ്പൊ എന്നോട് ചോദിച്ച അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ അഭിനയിക്കാൻ മുട്ടി നടക്കുകയില്ലേ. അപ്പൊ എന്തായാലും നമ്മുടെ KK വാസുദേവിന്റെ കൂടെ പോവുകയും കൊല്ലം അനശ്വരയിൽ ഞാൻ എൻ്റെ ടൈറ്റിൽ വേഷം ചെയ്യുകയും ചെയ്തു. പിറ്റേ വർഷം കൊടിയേറ്റ് എന്ന് പറയുന്ന നാടകം, ആ കാലഘട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നാടകങ്ങളൊന്നാണ് കൊടിയേറ്റിലെ സെൻട്രൽ ക്യാരക്ടർ ദേവദത്തനാണ്. അത് അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടുള്ള സമയമാണ്. അപ്പൊ ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയെയും സഞ്ജയ് ഗാന്ധിയെയും ഒക്കെ പ്രതിനിധീകരിക്കുന്ന കഥാപാത്രങ്ങളും വിപ്ലവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വിപ്ലവ സ്വഭാവമുള്ള കഥാപാത്രവും ഒക്കെയാണ്. ദേവദത്തൻ എന്ന് പറയുന്ന സെൻട്രൽ വേഷം ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 2 കൊല്ലം കഴിഞ്ഞ് വീണ്ടും അവിടെ 1 കൊല്ലം കൂടെ നാടകം കളിച്ചു. ജോലിക്ക് കൃത്യമായി പോകുന്നുണ്ട് കേട്ടോ, യാതൊരു മടിയില്ല. ജോലി രാത്രി നാടകം, പകല് ആഫീസ്, ഒരു വിട്ടുവീഴ്ചയില്ല. ശരീരത്തോടാണ് ഈ ക്രൂരത മുഴുവൻ ഞാൻ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ ആലപ്പുഴയിൽ വന്നിട്ട് ഉദയകല ഉണ്ടായിരുന്നു, CPM-ന്റെ സമിതിയായിരുന്നു. ഉദയകലയിൽ അസുരവാദ്യം എന്ന് പറയുന്ന നാടകം, പ്രതികരണം എന്ന് പറയുന്ന നാടകം ഒക്കെ കളിച്ച്. പിന്നെ ഓച്ചിറ രാമേന്ദ്രൻ കാതികനാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ അമൃത തിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു. അമൃത തിയേറ്റേഴ്സിൽ അഭിവാദനം, ഈ മനോഹര ഭൂമി, കാറ്റു പറഞ്ഞു, കാതോർത്തിരുന്നു തുടങ്ങിയ നാടകങ്ങൾ 2-3 വർഷമായിട്ട് കളിച്ച്. അത് എനിക്ക് തന്നെ മറ്റേ അഡ്വക്കേറ്റ് മണിലാല്, ഫ്രാൻസിസ് ടി മാവേലിക്കര, ശശി കൊയ്പ്പള്ളി തുടങ്ങിയവരുടെ നാടകങ്ങളായിരുന്നു. കരുകുളം ചന്ദ്രനും കരിക്കകം മണിയും അവരൊക്കെയാണ് ഡയറക്റ്റ് ചെയ്തത്. ഞാനും ഇടയ്ക്ക് ഡയറക്ഷനൊക്കെ ഭാഗമായി നിന്നെന്ന് വിചാരിച്ചുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ വന്നിട്ട് ഞാൻ തന്നെ നാടകം പിന്നെ ഡയറക്റ്റ് ചെയ്യായിരുന്നു. ഇങ്ങനെ ആലപ്പുഴ ശ്യാമ എന്ന് പറയുന്ന നാടകത്തിന്റെ ഒട്ടകക്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ നാടകം എടുത്തത്. അത് കണ്ടല്ലൂർ മോഹന്റെ നാടകമായിരുന്നു. ആ നാടകം ഞാൻ ഡയറക്റ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് വേഷം ചെയ്ത്
അപ്പോഴും ജോലി ഇങ്ങനെ പോകുന്നുണ്ട്. ജോലിയുടെ സ്വഭാവം പിന്നെ ഞാൻ പറയാം. അത് കഴിഞ്ഞ് ഞാൻ ചേർത്തലയില് സാഗരിക എന്ന് പറയുന്ന ഒരു നാടക സമിതിയിൽ എത്തുന്ന അതിലൊരു ഫാദർ വി വർഗീസ്, അത് ഫാദർ എഡ്വേർഡ് ആണ് എന്താണ്, ഒരു ഫാദറിന്റെ വേഷം ചെയ്ത് ഞാൻ ചെയ്ത വേഷങ്ങളിൽ, പ്രൊഫഷണൽ ചെയ്ത വേഷങ്ങളിൽ ഏറ്റവും മനോഹരമായ വേഷം അതായിരുന്നു എന്നാണ് ആളുകളൊക്കെ പറയുന്നത്. എനിക്ക് തോന്നുന്നു പല ഉത്സവ പറമ്പുകളിൽ നിന്നും ആ വേഷത്തിന് എനിക്ക് സമ്മാനങ്ങളൊക്കെ കിട്ടി. വേഷത്തിന് സമ്മാനം കിട്ടാൻ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇച്ചിരി ജാതിയാണ് പറയാം. ജാതി എന്ന് പറയുന്നത് ഇങ്ങനെ ഫാദർ ഫാദർ വർഗീസ് അഭിനയിക്കുന്നത് അലിയാർ പുന്നപ്പുറ. അപ്പോ ഈ മുസ്ലിമായ ഒരാൾ എന്ത് വേഷം ചെയ്യുന്നത്? ക്രിസ്തീയ വേഷം ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രിസ്തീയ കഥാപാത്രത്തിന് പ്രത്യേക ഒരു സ്ലാങ് ഉണ്ടല്ലോ അവർക്ക്. അപ്പൊ ആ സ്ലാങ് ഒന്നും തെറ്റിക്കാതെ അവരുടെ വ്യത്യാസമില്ലാതെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരാൾ തന്നെയാണോ ചെയ്തത് എന്ന് പറഞ്ഞ ജാതിയായിരിക്കാം. എന്തായാലും ആ വേഷം ഭംഗിയായിട്ട് ചെയ്തത്. ചിലരൊക്കെ പറഞ്ഞിങ്ങനെ തിലകന് ശേഷം എന്താണ് ഫാദറിന്റെ വേഷം ചെയ്ത മഹാനായ കലാകാരനാണ് ഞാനതൊക്കെ പറഞ്ഞു. എനിക്ക് ചിരിയൊക്കെ വന്നായിരുന്നു കേട്ടോ, ഇപ്പം ചിരിക്കുന്നവർ തന്നെ. അത് കഴിഞ്ഞ് വേറെ എസ് എൽ പുരം എന്താണ് കലാദൂത്, അവരുടെ ആയുധപുര നാടകം ഡയറക്റ്റ് ചെയ്യുന്നു. ആ നാടകത്തിൽ ഞാൻ ഇത് അഭിനയിക്കുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഒരു 11-12 വർഷം കേരളത്തിലെ മികച്ച സമിതികളിൽ ഒന്നായ ചേർത്തല തപസ്യ, ആ തപസ്യയുടെ നാടകങ്ങൾ ഡയറക്റ്റ് ചെയ്യുകയും സെൻട്രൽ വേഷങ്ങൾ ചെയ്യുകയും ഇത് രണ്ടും കൂടാതെ അതിൻ്റെ സംഘാടകനാകുകയും ചെയ്തു. ഈ അഭിനയിക്കുന്നതിനേക്കാൾ പ്രയാസം സംഘടിപ്പിക്കുന്നത് കേട്ടോ. ഇപ്പൊ ഈ കലാകാരന്മാരുടെയും എഴുത്തുകാരുടെയൊക്കെ ഒരു ധാരണ പെശകെന്ന് പറയുന്നത് എവിടെയെങ്കിലും ചെന്ന് പ്രസംഗിക്കാൻ വിളിക്കുന്നത്, എന്നെ ഒത്തിരി പേര് പ്രസംഗിക്കാൻ വിളിക്കുന്നതാണല്ലോ. ഇപ്പൊ എൻ്റെ ഒരു ധാരണ ഞാൻ മഹാനായതുകൊണ്ട് എന്നെ പ്രസംഗിക്കാൻ വിളിക്കുന്നതെന്ന്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് ശ്വാസം പിടിച്ചൊക്കെ ഇരിക്കും. അവർ ഇങ്ങനെ ഇയാൾ വലിയ കക്ഷിയാണെന്നൊക്കെ പറയും. അതിനുശേഷം ഞാൻ കോളറൊക്കെ റെഡിയാക്കിയിട്ട് മൈക്കിന്റെ മുമ്പിൽ നിന്ന് 10-40 മിനിറ്റ് പ്രസംഗിക്കും. ചിലരൊക്കെ വണ്ടിക്കൂലി തരും, ചിലരൊന്നും തരത്തില്ല. അപ്പോൾ പെൻഷൻ കിട്ടുമല്ലോ, കുഴപ്പമില്ല. പക്ഷേ അപ്പൊ എൻ്റെ ധാരണ എന്താ, ഞാനാണ് വലിയ കക്ഷി എന്നുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ എന്നെ എൻ്റെ ഇന്റർവ്യൂ എടുക്കുന്നു, എനിക്കിപ്പോൾ ഈ കസേരയിരുന്ന് വർത്തമാനം പറയുന്ന ഒറ്റ പണിയാണ് ഈ കാര്യത്തിൽ. പക്ഷെ നിങ്ങളുടെ സ്ട്രെയിനാണ് അല്ലേ, നിങ്ങൾ അവിടെ അതിന് വേണ്ടി സമയം കണ്ടെത്തി ബൈക്ക് ഓടിച്ച് ഇവിടെ വരുന്നു, ഇതെല്ലാം കാണുന്നു, ഞാൻ പറയുന്ന വിഡ്ഢിത്തരമെല്ലാം നിങ്ങൾ ക്ഷമയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുന്ന, ഇതിന് സംഘാടനം എന്നാണ് പറയുന്നത്. ഏറ്റവും മനോഹരമായ കല, ഏറ്റവും ശ്രദ്ധ വേണ്ട കലയെന്ന് പറയുന്നത് സംഘാടനമാണ്. അത് ആൾക്കാർക്ക് ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല. ആരെങ്കിലും ഒരു സ്റ്റേജ് ഉണ്ടാക്കി മൈക്ക് കിട്ടില്ലെങ്കിൽ ആര് പ്രസംഗിക്കുമെന്നാണ് ഈ പറയുന്നത്. അപ്പൊ അത് ആൾക്കാർക്ക് തിരിച്ചറിയണം. എന്തുവാട്ടെ, ഞാൻ ഈ അതിൻ്റെ ഒരു സംഘാടകൻ കൂടിയായിരുന്നു. ഒരു നാടക സമിതി കൊണ്ടു നടക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഗുണവും ദോഷവും ഒക്കെ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒത്തിരി പേര് എന്താണ് സുവർണകാലം, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ, പൊന്മകൾ വന്തായതി, വീണ്ടും ഒരു ആനക്കാര്യം, തമ്പുരാനെ നീയാണ് വലിയവൻ തുടങ്ങിയിട്ടുള്ള കുറേ നാടകങ്ങൾ അവർ ഒരു നാടകം 2-3 കൊല്ലം കളിക്കാൻ പറ്റിയ രീതിയിലായിരുന്നു. അപ്പോൾ ആ നാടകങ്ങളൊക്കെ ഡയറക്റ്റ് ചെയ്ത് അതിൻ്റെ ടൈറ്റിൽ വേഷം ചെയ്ത് കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പോയി അത് അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശാരംഗപാണി സാറുണ്ടല്ലേ, നമ്മുടെ മേദിനി ചേച്ചിയില്ലേ, മേദിനി ചേച്ചിയുടെ ബ്രദറാണ് ശാരംഗപാണി. ഇതൊന്ന് വടക്കൻ പാട്ടുകളെ തിരക്കഥകൾ എഴുതിയിട്ടുള്ളത് ശാരംഗപാണി സാറാണ്, ഉദയായ്ക്ക് വേണ്ടി. അദ്ദേഹത്തിന്റെ സമിതിയിലും ഞാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സമിതിയിൽ ഉണ്ടായിരുന്നപ്പോൾ എനിക്കൊരു അവിസ്മരണീയമായ അനുഭവം തന്നൊരു കൊച്ചു കാര്യം പറയും. അത് വേറൊന്നുമല്ല, ഒരു ശിവരാത്രി കഴിഞ്ഞുള്ള ഒരു ദിവസം നാടകം കളിക്കാൻ വേണ്ടിയിട്ട് അന്ന് ശാരംഗപാണി സാറിൻ്റെ മലയാള കലാഭവനിൽ സെമി ഫൈനൽ എന്ന നാടകം കളിക്കുക. സെമി ഫൈനൽ അതിൽ പന്ത് കളിക്കാരനായിട്ടുള്ള നരേന്ദ്രന്റെ വേഷം ഞാൻ ചെയ്യുന്നത്, ഫുട്ബോൾ കളിക്കാരൻ നരേന്ദ്രൻ. അപ്പൊ അത് ശിവരാത്രിയുടെ മുമ്പത്തെ ദിവസം, ശിവരാത്രിക്ക് അന്ന് 2-3 നാടകം കളിക്കും കേട്ടോ. ഇന്നത്തെ പോലെ 10 മണിയാകുമ്പോൾ ലൈറ്റ് ഒന്നും ഓഫ് ചെയ്യത്തില്ല, നേരം വെളുത്താലും ലൈറ്റ് ഓഫ് ചെയ്യത്തില്ല. അപ്പൊ 2-3 നാടകമൊക്കെ ശിവരാത്രിക്ക് കളിക്കും. അപ്പൊ എന്തായാലും മുമ്പത്തെ ദിവസം ശിവരാത്രിയൊക്കെ കളിയെല്ലാം ഇവിടെ തെക്കൻ കേരളത്തിൽ കളിച്ചതിന് ശേഷം പിറ്റേ ദിവസം പാലക്കാട് നെന്മാറ കഴിഞ്ഞ് കൊല്ലങ്കോട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. കൊല്ലങ്കോട് കഴിഞ്ഞിട്ട് എലവഞ്ചേരി എന്ന ഗ്രാമത്തിൽ നാടകം കളിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുക.
അപ്പൊ നാടകവണ്ടിയിൽ ഞങ്ങൾ ഇവിടുന്ന് നേരത്തെ തന്നെ ചേർത്തല നല്ല ആലപ്പുഴയിൽ നിന്ന് പുറപ്പെട്ട് എന്താണ് ചേർത്തല, എറണാകുളം, തൃച്ചൂരിൽ നിന്ന് പാലക്കാട്ട് വന്ന് വടക്കഞ്ചേരി വന്നിട്ട് തിരിഞ്ഞ് നെന്മാറ കഴിഞ്ഞിട്ട് കൊല്ലങ്കോട് പോവുകയാണ്. അപ്പൊ നാടക വണ്ടിയിൽ ഇടയ്ക്ക് ഒരു ചർച്ച നടന്നു. എല്ലാവരും ഉറക്കമൊക്കെ ആണെങ്കിൽ മുമ്പ് ദിവസം ഉറക്കുന്നില്ലേ, ഒരു ചെറിയ ചർച്ച നടന്നു. ആ ചെറിയ ചർച്ചയെ വേറൊന്നുമല്ല, ഇന്നിപ്പോ എന്തായാലും നെയ്ച്ചോറും ഇറച്ചിയും കിട്ടിയേക്കുമെന്നാണ് ചർച്ച. സാധാരണ ഉത്സവ പറമ്പുകളിൽ കിട്ടുന്നത് വെജാണ് അല്ലേ. കുറേ ദിവസം ഒരേ സാമ്പാറും ഒക്കെ കഴിച്ചു കഴിയുമ്പോൾ വയറിന്റെ കാര്യം അറിയാമല്ലോ നിങ്ങൾക്ക്. നാടകവും കളിക്കണമല്ലോ. അതുകൊണ്ട് ഈ നാടകക്കാർ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് എവിടെയാണ് നല്ല നല്ല കക്കൂസ് എവിടെ ഉണ്ടെന്നുള്ളതാണ് നോക്കുന്നത്. ആ തമാശ പറഞ്ഞില്ല, കാരണം വേറൊന്നുമല്ല, ഈ ഇത്തരം ആഹാരം കഴിച്ച് ഉറക്കവും നിൽക്കുക. ഉറക്കം ഈ ദഹനത്തിന് ഒരു വലിയ കാര്യമില്ലേ. ഉറക്കവും നിൽക്കുന്ന ഈ പറയുന്ന ശരീരത്തെ പീഡിപ്പിക്കുന്ന, സ്വാഭാവികമായി വയറൊക്കെ കുറെ പേരൊക്കെ കുഴപ്പമായിരിക്കും. പിന്നെ എല്ലാവരും ദൈവാധീനമാണ്, കുഴപ്പമില്ലാതെ കളിച്ചു പോകുന്നു. എന്തായാലും വണ്ടിയിൽ പറഞ്ഞ് നെയ്ച്ചോറും ഇറച്ചിയും കിട്ടുമെന്ന് പറഞ്ഞു. നെയ്ച്ചോറും ഇറച്ചിയും കിട്ടുമെന്ന് പറയാൻ ഒരു കാരണമുണ്ട്. അന്ന് പാലത്തും പാറ മുസ്ലിം പള്ളിയിലെ ചന്ദനക്കുട മഹോത്സവത്തിനാണ് നാടകം ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ മുസ്ലിങ്ങൾ ഇറച്ചി അത്യാവശ്യം കഴിക്കുന്ന ആൾക്കാർ, അതാണ് അങ്ങനെ പറഞ്ഞത്. എന്തായാലും ഈ പറഞ്ഞ എലവഞ്ചേരിയിൽ ചെന്ന് ഒരു കൊയ്തൊഴിഞ്ഞ പാടമാണ്, ആ പാടത്താണ് സ്റ്റേജ് ഉണ്ടാക്കിയിരിക്കുന്നത്. മൈക്കൊക്കെ ഇങ്ങനെ ശബ്ദിക്കുന്നുണ്ട്. ഉച്ചഭാഷണിക്ക് ഇന്നത്തെ അത്രയും ഉച്ചയില്ല കേട്ടോ, ഉച്ചത്തിലല്ലത്. അന്നിങ്ങനെ കീ എന്നുള്ള ശബ്ദമാണ്. ഇന്നിപ്പോ അങ്ങനെയല്ലല്ലോ, രാജ്യത്തുള്ള ബോക്സ് മുഴുവൻ കൊണ്ടുവന്ന വെറുതെ നമ്മൾ ഭയപ്പെടുത്തത്തില്ലേ. അന്ന് ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് പാലക്കാടൻ കാറ്റും ഒക്കെ ആണെങ്കിൽ അണ്ണാക്ക് വലിച്ചു കയറി ഞങ്ങൾ ഡയലോഗ്. ഞാൻ മാത്രമല്ല, എല്ലാ നാടക സമിതികളും പറഞ്ഞുകൊണ്ടിരുന്ന. എന്തായാലും അന്ന് കാണാം, പനയൊക്കെ ഉണ്ട്, കൊയ്തൊഴിഞ്ഞ പാടം, അവിടെ സ്റ്റേജ്, ചെറിയ പെട്ടിപ്പാട്ട് പോലെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. നാടക വണ്ടി വന്ന് ഈ റോഡ് സൈഡിൽ നിർത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ആ ലീഡർ, ഞാൻ പെട്ടെന്ന് ചാടി ഇറങ്ങി ഈ പറഞ്ഞ സ്റ്റേജിൻ്റെ അടുത്തേക്ക് വേഗത്തിൽ പോവുകയാണ്. വേഗത്തിൽ പോയിട്ട് ഞാൻ പറഞ്ഞു, കൺവീനർ, ഈ പരിപാടിയുടെ കൺവീനറെ കാണണമെന്ന് പറഞ്ഞത് ഈ കൺവീനറെ കണ്ടെങ്കിൽ വേണം. ഈ കൂടെ 3 സ്ത്രീകളുണ്ട്. ഇപ്പൊ നാടകത്തിൽ 2 സ്ത്രീകളെ ഉണ്ട്. ആ 3 സ്ത്രീകൾക്ക് ഇരിക്കാനുള്ള ഒരു ചെറിയ ഒരു സൗകര്യം വേണം. പിന്നെ നാടകം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റേജ് ഒരുക്കാൻ വേണ്ടിയിട്ട് കയറ് വേണം, മുള വേണം, പിന്നെ മേക്കപ്പ് ചെയ്യാൻ വെള്ളം വേണം, എന്താണ് ചന്ദനത്തിരി, മെഴുകുതിരി, കർപ്പൂരം, വെളിച്ചെണ്ണ, 5-6 ബക്കറ്റ് വെള്ളം, ഇതെല്ലാം വേണം. ഇതെല്ലാം ഉണ്ടെങ്കിലേ സമയത്ത് നമുക്ക് നാടകം തുടങ്ങാൻ പറ്റത്തുള്ളൂ. അതിനാണ് ഈ കൺവീനറെ തിരക്കിയത്. കൺവീനർ മറന്നുപോയത്, പാലത്തുംപാറ മുസ്ലിം പള്ളിയിലെ പള്ളി നേർച്ചയ്ക്കാണ് ഈ പോകുന്നത് കേട്ടോ, ചന്ദനക്കുട മഹോത്സവത്തിന്. അപ്പൊ ഞാൻ ഈ കൺവീനറെ തിരക്കിയപ്പോൾ ദേ വരുന്നെന്നും പറഞ്ഞ് അങ്ങ് ദൂരെ നിന്നൊരു മധ്യവയസ്കനായ മനുഷ്യൻ ഓടി കിതച്ച് എൻ്റെ അടുത്ത് വന്ന് നിന്നു. ഞാൻ അയാളെ നോക്കിയപ്പോൾ അയാൾ കാവി മുണ്ടും ഒരു കാവി തോർത്തും ഒരു ഇറുക്കമുള്ള ഒരു ബനിയനും ഇട്ടിരിക്കുന്നു. നെറ്റ് നിറച്ച് ചന്ദനം വാരി തേച്ചിരിക്കുക. കക്ഷത്തിലാണെങ്കിൽ ഒരു ബാഗ്, ഇങ്ങനെ ഒരു വീർത്ത് കെട്ടിയ ബാഗും ഉണ്ട്. മുസ്ലിം പള്ളിയിലെ ഇതിന് വന്നിരിക്കുന്നയാൾ ചന്ദനം വാരി തേച്ചിരിക്കുന്ന, കാവി ഉടുത്തിരിക്കുന്ന. അപ്പൊ എനിക്ക് മനസ്സിലായി സ്ഥലം തെറ്റിപ്പോയതാ, ഇത് ഉത്സവപ്പറമ്പായിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ് എന്താണ് നോട്ടീസ് എന്ന് ചോദിച്ചു. നോട്ടീസ് ഇവർ അയച്ചു തന്നില്ല. അപ്പൊ നോട്ടീസ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ ഇത് നാടകം നമ്മുടേതാണോ എന്നുള്ളത്. അപ്പൊ അയാള് ഒരു മുറം പോലത്തെ ഒരു നോട്ടീസ് കൊണ്ടുവന്ന് തന്ന്. അതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നോട്ടീസാണ് അന്ന്. ഇപ്പൊ അതിനേക്കാൾ വലിയ നോട്ടീസൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ നോട്ടീസ് മാത്രമേ ഉള്ളൂ, കാര്യമൊന്നുമില്ല. ഇതുമാണ്. അപ്പൊ എന്തായാലും ഈ ആ നോട്ടീസ് കൊണ്ടുവന്ന് തന്നെ. നോട്ടീസ് വായിച്ചപ്പോഴേ ഇങ്ങനെയാണ്: കുമ്പളക്കോട് മഹാശിവരാത്രി, സുന്ദരി പരിണയം ബാലെ. അപ്പൊ മലയാള കലാഭവൻ അന്ന് ബാലയുണ്ട്. മലയാള കലാഭവന്റെ സുന്ദരി പരിണയം ബാലെ, മറ്റേ PK ശാരംഗപാണി, അങ്ങനെ കുറച്ച് പേരുടെ പേരും, കുറച്ച് സ്ത്രീകൾ, സുന്ദരികളും സുന്ദരന്മാരുമായിട്ടൊക്കെ നിൽക്കുന്ന പടവുമായിട്ട് ഇങ്ങനെ കണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ശിവരാത്രിയുടെ നോട്ടീസാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ നോട്ടീസ് മടക്കി കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ്, മാഷെ, ഞാൻ ഈ മുസ്ലിം പള്ളിയിലെ ചന്ദനക്കുട മഹോത്സവത്തിന് നാടകം കളിക്കാൻ വേണ്ടി വന്നതാ. ആളുകൾ പറഞ്ഞ് ഈ സ്റ്റേജാണ്, അങ്ങനെ സോറി തെറ്റിപ്പോയി, അതുകൊണ്ട് അതെവിടെയാണ് എന്ന് ഞാൻ ചോദിച്ചു. പറഞ്ഞു ഇയാൾ പറഞ്ഞ്, മാഷ്, അവരെ മാഷ് എന്നാണ് വിളിക്കുന്നത്, മാഷ് ഒരു കാര്യം ചെയ്യും, ആ നോട്ടീസ് ഒന്ന് മറിച്ച് നോക്കാൻ പറഞ്ഞു. സാധാരണ പരസ്യമായിരിക്കുമല്ലോ, എങ്കിലും ഇദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ആ നോട്ടീസ് മറിച്ചു നോക്കി. അപ്പോൾ എഴുതിയിരിക്കുകയാണ്, പാലത്തുംപാറ
മുസ്ലിം പള്ളി, ചന്ദനക്കുട മഹോത്സവം, ആലപ്പുഴ മലയാള കലാഭവന്റെ നാടകം സെമി ഫൈനൽ, ബാലനയ്യമ്പള്ളി, പി കെ ശാരംഗപാണി, സജീഷ് സംഘമിത്ര, പിന്നെ കുറെ സുന്ദരന്മാരുടെ ഫോട്ടോ ഒക്കെ ഉണ്ട്. അതിൽ ഒരു സുന്ദരൻ ഞാനായിരുന്നു. ഇപ്പൊ എന്റെ ഉൾപ്പെടെയുള്ള ഫോട്ടോ ഒക്കെ ഉണ്ട്. താഴോട്ട് നോക്കിയപ്പോൾ കൺവീനർ അംബുജാക്ഷൻ, മുസ്ലിം പള്ളിയുടെ നോട്ടീസാണ്. അതിൽ കൺവീനർ ആരാ? അംബുജാക്ഷൻ. ആ അംബുജാക്ഷൻ ഈ അടുത്ത് നിൽക്കുന്നത്. അപ്പൊ മറുവശം ഞാൻ വീണ്ടും നോക്കിയപ്പോൾ ഒരേ നോട്ടീസ്. മറുവശത്ത് ശിവരാത്രി മഹോത്സവം, അതിന്റെ കൺവീനർ അബൂബേക്കർ. പറഞ്ഞു മനസ്സിലായ? ഒറ്റ നോട്ടീസ്. ഒരു വശത്ത് ശിവരാത്രി, കൺവീനർ അബൂബേക്കർ. മറുവശത്ത് ചന്ദനക്കുട മഹോത്സവം, കൺവീനർ അംബുജാക്ഷൻ. ഒറ്റ സ്റ്റേജ്, ഒറ്റ നോട്ടീസ്. സദസ്സും ഏതാണ്ട് മിക്സഡ് ആയിട്ടുള്ള ഒരു സദസ്സ്. രാത്രിയിൽ നാടകം കളിച്ച് നെയ്ച്ചോറ് ഇറച്ചിയൊന്നും കിട്ടിയില്ല. സാമ്പാറും പുളിശ്ശേരിയൊക്കെ കിട്ടിയുള്ളൂ. കാരണം ആൾ അംബുജാക്ഷനല്ലേ. അപ്പൊ ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഈ ഇങ്ങനെ പള്ളി ഇറച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്, അത് ഈ അബൂബേക്കർ ഇന്നലെ കൊടുത്തെന്ന്. അബൂബേക്കർ ഇന്നലെ വന്ന ടീമിനെ ഇറച്ചി കൊടുത്തെന്ന് പറഞ്ഞ്. അതെന്തുവാകട്ടെ, എന്നെ സംബന്ധിച്ചൊരു വലിയ അനുഭവമായിരുന്നത്. ഞാൻ ആ നോട്ടീസ് വളരെ ഭദ്രമായി സൂക്ഷിക്കുകയും, അടുത്ത കാലത്താണ് പോയത്, ഭദ്രമായി സൂക്ഷിക്കുകയും ധാരാളം വേദികളിൽ ഈ നോട്ടീസ് ഉയർത്തി കാണിച്ച് നമ്മുടെ കേരളത്തിന്റെ മഹത്തായ മതനിരപേക്ഷമായ പാരമ്പര്യത്തെക്കുറിച്ച് ധാരാളം സംസാരിച്ചിരുന്നുള്ളതാണ്. ഒരു 10 കൊല്ലം കഴിഞ്ഞ്, ഇത് 1989, 99 ഞാൻ ആ വഴി വീണ്ടും പോയി. ഞാൻ പോയത് മുതലമടയിൽ പോയതാ. ഗോവിന്ദാപുരത്തേക്ക് പോകുന്ന വഴി മുതലമടയിൽ പോകേണ്ട ഒരു കാര്യമുണ്ട്. മുതലമട കേരളത്തിലെ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മാവ് കൃഷി ഉള്ള സ്ഥലം, മൈലമ്മയുടെ നാടാണ്. ഈ കൊക്കക്കോള കമ്പനിക്കെതിരായിട്ട് ഐതിഹാസികമായ പോരാട്ടം നടത്തിയ നിരക്ഷരയായ മൈലമ്മയുടെ നാടാണ്. അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് ഒരു കാറിൽ പോവുക. ഈ എലവഞ്ചേരിയിൽ എത്തിയപ്പോൾ പെട്ടെന്ന് കൊയ്തൊഴിഞ്ഞ പാടം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു കാറ് നിർത്താൻ പറഞ്ഞു. കാറ് നിർത്താൻ, എനിക്ക് പഴയ ഓർമ്മ കിടക്കുന്നു, നാടൻ കളിച്ച ഓർമ്മ. ഇപ്പുറത്ത് നോക്കുമ്പോൾ ഒരു ചെറിയ ചായക്കട, ഖസാക്കിന്റെ ഇതിഹാസത്തിലെ അടിയാരുടെ പീടിക പോലത്തെ ഒരു ചെറിയ ചായക്കടയുണ്ട്. അപ്പൊ ഞാൻ ആ ചായക്കടയിൽ ചെന്നപ്പോൾ കുറച്ച് പേര് ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ ചായ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു ചായ വേണം എന്ന് പറഞ്ഞ്. അന്ന് എന്താണ്, ഡയബറ്റിക് ആയിട്ടില്ല കേട്ടോ. ഇപ്പൊ ഡയബറ്റിക് 99 ഡയബറ്റിക് ആയില്ല. അപ്പൊ എന്നാലും ഞാൻ മധുരം കുറച്ച് കഴിക്കുന്നതാണ്. മധുരം കുറച്ച് ചായ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ ചായ എടുക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ആകാശത്തേക്ക് ഒരു ചോദ്യം വിടുക. ചോദിച്ച വേറൊന്നുമല്ല, ഈ പാലത്തുംപാറ മുസ്ലിം പള്ളിയുടെ ചന്ദനക്കുട മഹോത്സവവും കുമ്പളക്കോട് മഹാശിവരാത്രിയും ഇവിടെ തന്നെ അല്ലേ ആഘോഷിക്കുന്നത് ഒരുമിച്ച്, ഒരേ സ്റ്റേജിൽ, ഒരേ നോട്ടീസിൽ എന്ന ചോദ്യം ഞാൻ ചോദിച്ചു. ആൾക്കാർ ചായ കുടിച്ചുകൊണ്ടിരുന്ന വിദ്വാന്മാരെല്ലാം വേഗം ചായ അകത്താക്കി പോയി കളഞ്ഞു. അതൊരു ഇയാൾ മാത്രമായി. ഇയാളെ മാത്രമായപ്പോൾ ഇയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ്, അല്ല മാഷെ, ഇപ്പൊ അങ്ങനെ അല്ലെന്ന് പറഞ്ഞു. ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ നടത്തുന്നത്. ശിവരാത്രി അമ്പലത്തിന്റെ അകത്തും മറ്റേത് ഇങ്ങനെ പള്ളിയുടെ കോമ്പൗണ്ടിലുമാണ്. പള്ളി കോമ്പൗണ്ടിൽ ഇപ്പൊ നാടകവും ഗാനമേളയൊന്നും ഇല്ല, മതപ്രസംഗം മാത്രമേ ഉള്ളൂ. അത് തന്നെ മറ്റ് സമുദായങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുന്ന ഒരു വല്ലാത്ത കാലം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഇയാളുടെ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അങ്ങനെ ഒരു അനുഭവം എനിക്ക് നാടക അഭിനയവുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് പറയാം. എൻ്റെ പുസ്തകങ്ങളിൽ ഒന്നിന്റെ പേര് പാടവരമ്പത്ത്. ഈ പാടവരമ്പത്ത് എന്ന് പറയുന്ന ഈ കഥാസമാഹാരത്തിലെ ഒരു കഥ ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഏത്? നാടകം കളിക്കാൻ പോയപ്പോഴുണ്ടായ അവിസ്മരണീയമായിട്ടുള്ള അനുഭവമാണ് പാടവരമ്പത്ത്. ആ പാടവരമ്പത്ത് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്ന കഥാസമാഹാരത്തിൽ കുറെ കഥകളുണ്ട്. അതിലൊരു കഥ ഈ പാടവരമ്പത്ത്. അപ്പൊ ഞാൻ എന്തിനു വേണ്ടിയാണ് കഥ എഴുതുന്നത് നമ്മളിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. കഥ എഴുതുന്നത് ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടോ കുറെ പേർക്ക് ഇങ്ങനെ അലസമായി വായിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒരക്ഷരം പോലും എഴുതരുത് എന്ന് എനിക്ക് വലിയ നിർബന്ധ ബുദ്ധിയാണ്. ഞാൻ എഴുതുന്ന അക്ഷരങ്ങൾ ആരെങ്കിലും വായിക്കുന്നെങ്കിൽ കുറച്ചു പേരായിരിക്കും വായിക്കുന്നത്. ഞാൻ അത്ര പ്രസിദ്ധനായ എഴുത്തുകാരനൊന്നുമല്ലല്ലോ. പക്ഷേ അത് അവരുടെ കണ്ണ് തെളിയിക്കുന്നതിന് കാരണമാകണം. അവർക്ക് നമ്മുടെ സമൂഹത്തിൽ നവീകരിക്കപ്പെടണമെന്നുള്ള മനഃപൂർവമായ ഉദ്ദേശത്തോടു കൂടി ഇതിൻ്റെ രൂപഭദ്രതയിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് എൻ്റേതായിട്ടുള്ള ലളിത ഭാഷയിലാണ് ഞാൻ പുസ്തകങ്ങൾ എഴുതുന്നത്. ഈ പുസ്തകം എഴുതിയതും 2019, അതായത് നമ്മുടെ പ്രളയകാലം എല്ലാം കഴിഞ്ഞിട്ടാണ്. എന്തായാലും ഞാൻ 2013 റിട്ടയർ ചെയ്ത്, ആ റിട്ടയർ ചെയ്യുന്ന അത്രയും കാലം നാടകവും
ഒരു സർക്കാർ ജോലിയും കൂടിയായിരുന്നു. ആലപ്പുഴയിൽ ഞാൻ കുടുംബശ്രീ മിഷന്റെ കോർഡിനേറ്റർ ആയിരുന്നു. ജില്ലാ ഓഫീസ് അയൽക്കൂട്ടങ്ങളില്ലേ, അയൽക്കൂട്ടങ്ങളുടെ ജില്ലാ ഓഫീസറാണ്. അപ്പോൾ ഭയങ്കര ടൈറ്റ് വർക്ക് ആയതുകൊണ്ട് ഞാൻ അപ്പോൾ നാടകാഭിനയം നിർത്തി എന്നുള്ളത്. ആലപ്പുഴയിൽ തന്നെ ഞാൻ പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ ജില്ലാ മാനേജറായിരുന്നു. പിന്നെന്താണ്, വനിതാ വികസന കോർപ്പറേഷന്റെ റീജിയണൽ മാനേജറായിരുന്നു. കൊച്ചു കൊച്ചു പണികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പ്ലാനിംഗ് ബോർഡിൽ പ്ലാൻ പബ്ലിസിറ്റി ഓഫീസറായിട്ടാണ് റിട്ടയർ ചെയ്തത്. പക്ഷെ ഞാൻ വളരെ കേട്ടോ, ഇപ്പം ഈ ക്യാമറയുടെ മുമ്പിലാണല്ലോ ഞാൻ പറയുകയാണ്, ഒരു സർക്കാർ ജീവനക്കാർ, ഉദ്യോഗസ്ഥൻ എന്ന പദം പോലും ഞാൻ ഉപയോഗിക്കത്തില്ല, ഒരു സർക്കാർ ജീവനക്കാരാണ്. ദറ്റ് ഈസ് ഗവൺമെന്റ് സർവൻറ്റ്, ഗവൺമെന്റിന്റെ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന സർവൻ എന്ന അടിമ, വേലക്കാരൻ എന്നൊക്കെ അല്ലേ, അത് ശരിയല്ലേ. സേവകൻ എന്നാണ്, ജനങ്ങളുടെ സേവകനാണെന്നും നികുതി പണമാണ് ശമ്പളമായി തരുന്നത് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി വരുന്ന ആളുകളോട് കാര്യം നടന്നാലും നടന്നില്ലെങ്കിലും അങ്ങേയറ്റം മാന്യമായി ഇടപെടുകയും ചെയ്യാവുന്ന കാര്യങ്ങൾ ഗവൺമെന്റ് ഉദ്ദേശിച്ച രീതിയിൽ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സർവീസ് ഇതായിട്ടുള്ള ഒരാളാണ്. ആലപ്പുഴയിലെ കുടുംബശ്രീ പ്രസ്ഥാനത്തെ അതിൻ്റെ വസന്തകാലം ഉണ്ടാക്കിയതിൽ, ഇപ്പം വസന്തകാലോ ഗ്രീഷ്മമാണോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ ചർച്ച ചെയ്യുന്നില്ല. എന്തായാലും അതിനൊരു വസന്തകാലം ഉണ്ടാക്കിയതിൽ എൻ്റെ അധ്വാനമുണ്ട്, എൻ്റെ നാക്കുണ്ട്, എൻ്റെ ശാരീരികമായിട്ടുള്ള പ്രയത്നങ്ങളുണ്ട്, ഞാൻ ഉറക്കം നിന്നിട്ടുണ്ട് ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ട്. സ്ത്രീകളെല്ലാം മുമ്പ് മിടുക്കുകളും ഒക്കെ ആയില്ലേ. ഇപ്പോഴും ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പഞ്ചായത്ത് മെമ്പർമാരുണ്ടല്ലോ, അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലേഴ്സ്, അവർ കുറേ പേര് എൻ്റെ ക്ലാസ്സിൽ വന്നിരുന്ന് എൻ്റെ വഴക്ക് കേട്ടിട്ടുള്ള ആൾക്കാർ. വഴക്ക് കേട്ടെങ്കിൽ അവർക്കെല്ലാം എന്നോട് ഇഷ്ടമാണ്. കാരണം ഞാൻ വഴക്ക് പറഞ്ഞത് അവർക്ക് വേണ്ടിയാണെന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ട്. ആ ഒരു സ്നേഹത്തിലാണ് പെരുമാറുന്നത്. എന്ന് മാട്ടെ, ഒരു 35 കൊല്ലം സർക്കാർ സർവീസ് ചെയ്ത്, 56 21 ഞാൻ പറഞ്ഞു, 21 പറഞ്ഞില്ലേ തുടങ്ങിയത്, 56 വയസ്സ് വരെ 35 കൊല്ലം പരമാവധി ഭംഗിയായി വർക്ക് ചെയ്ത്, രാത്രി നാടകം, ഉറക്കം KSRTC ബസ്സിൽ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ, തിരിച്ചു രാവിലെ കൃത്യമായിട്ട് ഓഫീസിൽ വരുന്നു, ജോലി ചെയ്യുന്നു, വീണ്ടും നാടകത്തിന് പോകുന്നു. എന്തോ ഒരു ഗുരുത്വമാകട്ടെ, ഗുരുത്വം കൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഇത് തമ്മിൽ കൂട്ടിമുട്ടി എനിക്ക് പ്രശ്നം ഉണ്ടാവാതെ വന്നത്. ചിലപ്പോൾ വേണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിപ്പോയാൽ സർക്കാർ എന്നെ പിടിച്ചുകൂടി നിർത്തുമായിരുന്നു. ഞാൻ നാടകം കളിക്കാൻ പോയി, അവിടെ വഴക്കുണ്ടാക്കി, കൊലപാതകം നടന്നു, അടിയുണ്ടായി, അല്ലെങ്കിൽ നാടക സമയത്ത് നടന്നില്ല, എൻ്റെ പേരിൽ കേസ് വന്ന് പ്രശ്നമാകത്തില്ലേ ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥന്. അതൊന്നും നടക്കാഞ്ഞത് ഞാൻ എൻ്റെ ഒരു ഗുരുത്വവും എൻ്റെ കൂടെ നിന്നിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകരുടെ എന്നോടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള, കലയോടും എന്നോടുമുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള സ്നേഹമൊക്കെ കൊണ്ട് അങ്ങനെ ആ ഒരു അധ്യായം കഴിഞ്ഞു എന്നുള്ള. എന്തായാലും ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ഞാൻ എൻ്റെ ബ്രദറിൻ്റെ സ്ഥാപനമുണ്ട് ഈസ്റ്റ് വെനീസിൽ GM ആയിട്ട്, ജനറൽ മാനേജറായിട്ട് ഒരു 2 കൊല്ലം വർക്ക് ചെയ്ത്. പക്ഷെ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി എനിക്കതൊന്നും ഫിറ്റ് ആവത്തില്ലെന്ന് മനസ്സിലായി. കാരണം എൻ്റെ മനസ്സ് വേറെ സ്ഥലം കിടക്കുക, എൻ്റെ മനസ്സ് കലയും എഴുത്തും കിടക്കുക, ഒരു സോഷ്യൽ വർക്ക് കിടക്കുക. അപ്പൊ എന്തായാലും ബ്രദറിനോട് നല്ല വാക്ക് പറഞ്ഞ്, ബ്രദറിനെ അറിയാമല്ലോ, കമാലിനെ അറിയാമല്ലോ അനിലിനെ, ഓക്കെ. അപ്പൊ ബ്രദറിനോട് നല്ല വാക്കൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ G. സുധാകരൻ സാറ് തന്നെ പ്രത്യേകമായ താല്പര്യം എടുത്തിട്ട് സാഗര ആശുപത്രിയുടെ സെക്രട്ടറി ആയിട്ട് എന്നെ പോസ്റ്റ് ചെയ്തിരുന്നു. അവിടെയും എനിക്ക് ഫിറ്റല്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എനിക്ക് മെഡിക്കൽ ഫീൽഡുമായിട്ട് ഒരു മണ്ണാങ്കട്ടെ അറിയത്തില്ല. അഡ്മിനിസ്ട്രേഷനാണ് എങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നത് ആ ടെൻഷൻ താങ്ങാൻ വേണ്ടി പോയാൽ എൻ്റെ സർഗാത്മകത നഷ്ടപ്പെട്ടു പോകും എന്ന ഒരു ഇതിൽ അദ്ദേഹത്തോട് സത്യത്തിൽ താഴ്ന്നു വീണ് കേടാണ് ഞാൻ അവിടുന്ന് ആ ജോലിയും മതിയാക്കിയത്. ഇപ്പൊ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ആൾക്കാരെ ഇതുപോലെ വർത്തമാനം പറഞ്ഞ് വിഷമിപ്പിക്കുന്ന പണിയാണ് ഇപ്പൊ ഇരിക്കുന്നത്. പിന്നെ എഴുത്ത് ഞാൻ 2018 ഈ ആദ്യ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. അറിയില്ലല്ലോ എന്ന് പറയുന്നത് പ്രളയകാലത്തിന് ശേഷം ആണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഇതിൽ ഈ അറിയില്ലല്ലോ എന്ന് പറയുന്ന കവിത 17/10/2017 ഒരു രാത്രിയിൽ എഴുതിയ കവിതയാണ്. ആ കവിത 10,000 ഇത് തള്ളല്ല കേട്ടോ എന്ന് വിചാരിക്കില്ലേ, 10,000 ഷെയർ നടക്കുകയും ലക്ഷക്കണക്കിന് പേർ വായിക്കുകയും ചെയ്ത കവിതയാണ് ഈ അറിയില്ലല്ലോ എന്ന് പറയുന്ന കവിത. ആ കവിതയാണ് രണ്ടാമത് എഴുത്തിലേക്ക് എന്നെ കൊണ്ടുവന്നത്. അത് ആ കവിതയുടെ ഇത് തന്നെയാണ്. പുരാന ദില്ലി വരെ പോകണം, കുത്തബ് മിനാർ കാണണം, എപ്പോഴാണ് അവിടം നിലം പൊത്തുന്നതെന്ന് അറിയില്ലല്ലോ.
ചുവന്ന കോട്ടയുടെ ഓരത്ത് നിന്നൊരു സെൽഫി എടുക്കണം. എപ്പോഴാണ് അതിന് നിറം മാറുന്നതെന്നറിയില്ലല്ലോ. ആഗ്രയിൽ പോകണം, പണിയാളരെ വാഴ്ത്തണം, മുന്തസ് മഹലിനെ ഓർക്കണം, പ്രണയമഴയിൽ മുങ്ങണം. എപ്പോഴാണ് അവിടം നിരോധിതമാകുന്നതെന്നറിയില്ലല്ലോ. സബർമതിയിൽ പോകണം, ധ്യാനനിരതനാവണം, മഹാത്മാവിൻ പാദങ്ങൾ തിരയണം, ഭൂദാനക്കുടിലിൽ പൂക്കൾ വിതരണം. എപ്പോഴാണ് അവിടെ പുതുപ്രതിമകൾ വരുന്നതെന്നറിയില്ലല്ലോ എന്ന് തുടങ്ങിയിട്ടുള്ള കവിതയാണ്. ആ കവിതയുടെ അവസാനം ഇങ്ങനെയാണ്: എരുമേലിയിൽ പോകണം, ശരണം വിളിച്ച് മല കയറണം, വാവർക്കവിടെ ഇപ്പോഴും ഇടമുണ്ടോ എന്ന് തിരക്കണം. ഞാനത് 17 എഴുതിയത്. പക്ഷെ 2025 എന്താണ് അയ്യപ്പ സംഗമം അല്ലേ, ഇങ്ങനെ പാരലൽ അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ ബാബറുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ബാബറുടെ പ്രതിമയെ അല്ലെങ്കിൽ ബാബറുടെ ആ പള്ളിയിൽ പോകേണ്ടതില്ല എന്ന രീതിയിൽ മൗലികവാദികൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് 8 കൊല്ലം കഴിയുമ്പോൾ. ഞാനിത് 8 കൊല്ലം മുമ്പ് തന്നെ മനസ്സിൽ കണ്ടായിരുന്നു. ഈ രാജ്യം പോകുന്ന പോക്ക് അത്ര സുഖമല്ലെന്ന്. രാജ്യത്തിന്റെ പോക്കല്ല, ഇവിടുത്തെ ഈ മതമൗലികവാദികൾ, ഏത് മതത്തിന്റെ ആണെങ്കിലും, ഏത് മതമായിക്കോട്ടെ, അത് ഇസ്ലാം ആയിക്കോട്ടെ, ഇപ്പോൾ ക്രിസ്തു മതത്തിലും വല്ല മതമൗലികവാദികൾ ധാരാളം. അതുകൊണ്ടാണ് ഈ ചിലരെ ക്രിസംഗികൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവിടെയാണെങ്കിലും, ഇനിയിപ്പോൾ അതല്ല ഹിന്ദു മതത്തിലാണെങ്കിലും, അവിടെയൊക്കെ മതമൗലികവാദികൾ മുന്നോട്ടേക്ക് പോവുകയാണ്. നമ്മുടേതുപോലെയുള്ള ഒരിടത്ത് എല്ലാ മതക്കാരും അടുത്തടുത്ത് ജീവിക്കുകയും പരസ്പരം പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരിടത്ത് മതം ഒരു സ്കെയിലായിട്ട് വന്നാൽ, അളവുകോലായിട്ട് വന്നാൽ ഭയങ്കര അപകടമാണ്. ചിലർ വിചാരിക്കും അപകടം എന്ന് പറയുന്നത് ഒരാളെയാണ് ബാധിക്കുന്നത്. അങ്ങനെയല്ല, എല്ലാവരെയും ബാധിക്കും, നിരപരാധികളെ ബാധിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ സ്ഫോടനം ഉണ്ടായില്ലേ, 13 പേർ മരിച്ചു എന്നുള്ളതാണ്. ആ മരിച്ചവരെല്ലാം സത്യത്തിൽ ഇതുമായി എന്തെങ്കിലും ബന്ധമുള്ളവരാണ്? ആയിരിക്കത്തില്ലല്ലോ. അതിൻ്റെ അകത്ത് ആരെങ്കിലും പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പർപ്പസ്ഫുൾ, അയാൾ അതിനകത്ത് ഭാഗമാണ്. മറ്റേത് ചിലപ്പോൾ കടകളിൽ സാധനം വാങ്ങാൻ വേണ്ടി വന്നവരായിരിക്കും അല്ലേ. അവളുടെ ജാതിയും മതവും നമുക്ക് ഏതാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ട ഒരു കൂടുണ്ടായിരിക്കാം എന്ന് വിചാരിച്ചാൽ മാത്രം മതി. പക്ഷെ എല്ലാ ജാതിക്കും ഒരുപോലെ ബാധകമാണ്. മഴ പെയ്യുമ്പോൾ ആ മഴ ഹിന്ദുവിന്റെ മേൽ എങ്ങനെയാണോ വീഴുന്നത്, അങ്ങനെ തന്നെയാണ് മുസ്ലിങ്ങളുടെ മേലും വീഴുന്നത് അല്ലേ. അത് തന്നെയാണ് ക്രിസ്ത്യാനിക്കും വീഴുന്നത്. ഒരേ വായുവാണ്, ഒറ്റ ചന്ദ്രനും ഒറ്റ സൂര്യനേ ഉള്ളൂ, ഒറ്റ ഭൂമിയാണ്. അപ്പൊ അതുകൊണ്ട് മനുഷ്യർ തമ്മിൽ മതങ്ങൾക്കതീതമായി മനുഷ്യൻ മറ്റാരും ഈ മധുരാക്ഷര മന്ത്രം ചൊല്ലിയില്ല ഇന്നേ വരെ എന്നുള്ളത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് വയലാർ രാമവർമ്മ എഴുതിയ കവിതയാണ്. അപ്പൊ ഇപ്പൊ നിങ്ങളൊക്കെ ചെറുപ്പക്കാരാണ്. അതുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും ജനാധിപത്യ ബോധമുള്ളവരായിരിക്കണം, മതനിരപേക്ഷ ബോധമുള്ളവരായിരിക്കണം. എങ്കിലേ ലോകത്ത് നമുക്ക് ജീവിക്കാൻ പറ്റൂ. കാരണം നമ്മളിപ്പോൾ ഇയാളിപ്പോൾ 1-ാം ക്ലാസ്സില്, ഇനിയിപ്പോൾ പഠിച്ചെല്ലാം കഴിയുമ്പോൾ ജോലി കേരളത്തിൽ തന്നെ കിട്ടണമെന്നില്ല. കിട്ടാൻ പോകുന്ന ചൈനയിലാന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ ദുബൈയിലാന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ ലണ്ടനിലാണ്, ന്യൂയോർക്കിലാണ്, മറ്റേ സൊഹാ മംദാനിയുടെ ന്യൂയോർക്കിലാണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ആ രാജ്യത്തുള്ള മനുഷ്യരെ കുറിച്ചും ആ രാജ്യത്തുള്ള ജാതിയെക്കുറിച്ചും അല്ലെങ്കിൽ ഒക്കെ നമ്മുടെ മനസ്സിൽ വല്ലാത്ത പകയാണെങ്കിൽ നമുക്കവിടെ പോയി ധൈര്യമായിട്ട് ജോലി ചെയ്യാൻ പറ്റുമോ? ഇല്ല. ലോകത്തുള്ള എല്ലാ മനുഷ്യരും വസുദൈവ കുടുംബകം എന്നാണ്. ദാറ്റ് ഈസ് വേൾഡ് ഈസ് വൺ ഫാമിലി. ലോകമാണ് തറവാട്. എല്ലാ മനുഷ്യരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ് അല്ലേ. ആ ഒരു വിശ്വാസത്തിൽ വേണം പുതിയ ചെറുപ്പക്കാരൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഏതെങ്കിലും ചിലവന്മാർ വഴിപഴിച്ച് പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അധികം മയക്കുമരുന്നും ബാക്കി ഇതൊക്കെ കഴിച്ച് ഇങ്ങനെ ആവശ്യമില്ലാത്ത ജാതിയെല്ലാം കുത്തിവെച്ചൊക്കെ കുഴപ്പമുണ്ടാക്കുന്ന. പക്ഷെ കൂടുതൽ കുട്ടികളൊക്കെ മിടുക്കന്മാരാണ്, അവരെല്ലാം തുറന്ന മനസ്സുള്ള ആൾക്കാരാണ്. എന്തോ ആകട്ടെ. അപ്പൊ അറിയില്ലല്ലോ എന്ന കവിത ഞാൻ എഴുതുന്നു. ആ കവിത വൈറലാകുന്നു. അത് പിന്നീട് പ്രളയകാലം കഴിഞ്ഞപ്പോൾ പുസ്തകമായിട്ട്, ആ കവിത മാത്രമല്ല, അതിലുള്ളൊരു കവിതയാണ്. ഞാൻ പാഠകർമ്മത്തിലെ കഥകളുടെ ഒരു കഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ 2ാമത്തെ പുസ്തകത്തെക്കുറിച്ചായി. 3ാമത്തെ പുഴവീട് എന്ന് പറയുന്ന പുസ്തകമാണ്. ആ പുഴവീട് മുഴുവൻ കവിതകളാണ് കേട്ടോ. ഇത് കവിതകൾ എന്ന് പറഞ്ഞാലും അത്യാവശ്യം ഗദ്യ സ്വഭാവമുള്ള കവിതകളാണ്. ആ കവിതകളും എല്ലാം ലക്ഷ്യത്തിലാണ് എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി. പൂക്കൈതയാറ്റിൽ നീന്തി തുടിച്ചതും കൊച്ചു കൊതുമ്പുവെള്ളം തുഴഞ്ഞക്കരെ പോയതും തേന്മാവിൻ ചുവട്ടിൽ കാറ്റിനായി കാത്തിരുന്നതും കാക്കച്ചിയോട് കയർത്തതും കഥ പറഞ്ഞതും മറന്നുപോയോ, തട്ടമിട്ടവർ അപരരെന്ന് കേശു പറഞ്ഞതേയുള്ളൂ. അതുപോലെ തന്നെയാണ്
നാം ഒരമ്മ പെറ്റവരെന്ന് ഉമ്മ നൽകി അച്ഛനും ബാപ്പയും കെട്ടിപ്പിടിച്ചു പറഞ്ഞത് കളിയായിരുന്നുവോ എന്ന് പറയുന്ന രീതിയിലുള്ള നമ്മുടെ സമൂഹത്തിന് നല്ലതാവണം എന്ന് എൻ്റെ ആഗ്രഹം. എത്രമാത്രം ഭംഗിയാകുന്നുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഈ കവിത അതിൻ്റെ വ്യാകരണത്തെയും അതിൻ്റെ അലങ്കാരത്തെയും എല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് അല്ല എഴുതുന്നത്. അതെനിക്കൊട്ട് അറിയത്തുമില്ല കേട്ടോ, ഉള്ള കാര്യം ഒന്ന് പറയാറില്ല. എനിക്കറിയാവുന്ന ഒരു ദാറ്റ് ഈസ് ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ഉണ്ട്. ആ സ്റ്റൈലിൽ ഞാൻ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. എല്ലാവരും വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വായിച്ചില്ലെന്ന് എനിക്ക് പിടക്കമൊന്നും വരത്തില്ല. ഞാൻ ഉറങ്ങാതെ ഇരിക്കത്തില്ല, ഞാൻ നന്നായിട്ട് ഉറങ്ങും. അതിന് ശേഷം അതങ്ങ് പോകും, ഞാൻ അടുത്ത വർക്കിലേക്ക് പോകും. ഇത് നിറയെ പൂക്കളുള്ള പില്ലോ കവർ ചിന്ത പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. അതിന്റെ സെക്കൻഡ് ഇതിനൊന്ന് ഈ പാഠവരമ്പത്തിന്റെ 2ാം പതിപ്പായിരുന്നു. കഴിഞ്ഞ ദിവസം അനിലുണ്ടായിരുന്നല്ലോ അവിടെ. അപ്പൊ ഇത് നിറയെ പൂക്കളുള്ള പില്ലോ കവർ ചിന്ത പ്രസിദ്ധീകരിച്ച കഥാസമാഹാരമാണ്. അതിൻ്റെയും 2ാമത്തെ പതിപ്പ് ഇറങ്ങി കഴിഞ്ഞ് ഇപ്പൊ 3ാമത്തെ പതിപ്പ് ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഇതുപോലെ ലക്ഷ്യബോധമുള്ള ഒരു നേർരേഖയിൽ എഴുതിയിട്ടുള്ള കഥകളാണ്. അത് ഇത് പവിഴപ്പുറ്റ്. അത് മെയിൻ കഥ ദ്വീപ് സമൂഹത്തെ കുറിച്ചാണ്, ലക്ഷദ്വീപിനെ കുറിച്ച്. ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ടിട്ട് കുറെ വിഷയങ്ങളൊക്കെ വന്ന കാലത്ത് അതിന്റെ മുഖ്യ കഥ പവിഴപ്പുറ്റ് എന്ന് പറയുന്ന മുഖ്യ കഥ ഞാൻ എഴുതുന്നത് ഐഷ സുൽത്താനെയായി പുസ്തകം വന്ന് റിലീസ് ചെയ്തത് കേട്ടോ. അന്ന് ഐഷ സുൽത്താനെ അവിടെ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ചലച്ചിത്രകാരിയൊക്കെ ആയിരുന്നു. അവരാണ് വന്നത് അത് റിലീസ് ചെയ്തത്. അതിൻ്റെയും അത് ഹരിതം ബുക്സാണ് ചെയ്തത്. അതിൻ്റെയും 2ാമത്തെ പതിപ്പ് ആയിക്കഴിഞ്ഞ് ഇത് കാലാപെർക്കികളും കളപ്പുരകൾ നിറയ്ക്കുന്നവരും എന്ന് പറയുന്ന തനി ഗ്രാമീണമായ അന്തരീക്ഷത്തിലുള്ള കുറെ അധികം കഥകളാണ്. ഇത് ചെയ്തത് സൈന്ധവ ബുക്സ് ആണ്. ഇതിൻ്റെ 2ാമത്തെ എഡിഷന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് രാത്രി വണ്ടി എന്ന് പറയുന്ന ഏകാംഗ നാടക സമാഹാരം. 3 ഏകാംഗ നാടകങ്ങൾ, ഒന്ന് താഴ്വാരം, ഒന്ന് രാത്രി വണ്ടി, മറ്റൊന്ന് എന്താണ് ലഹരിക്കെതിരായിട്ടുള്ള കുട്ടികൾക്ക് അവതരിപ്പിക്കാൻ പറ്റിയ സേനോ അരുത് എന്ന് പറയുന്ന കഥ. അതിൽ ഈ താഴ്വാരം എന്ന് പറയുന്നത് ഏകപാത്ര നാടകം, ഒരാൾ മാത്രം അഭിനയിക്കുന്ന നാടകമാണ്. അത് വാർദ്ധക്യമാണ് അതിൻ്റെ ഒരു വിഷയം. എത്ര പണക്കാരനാണെങ്കിലും ജീവിതത്തിൽ കൂടെയുള്ളവരൊപ്പം നിൽക്കുന്നില്ലെങ്കിൽ അയാൾ പെട്ടുപോകുന്ന ഒരു അനാഥത്വമുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് ആ നാടകം പറഞ്ഞത്. നാടകക്കാരൻ എന്ന രീതിയിൽ എനിക്കത് വഴങ്ങേണ്ടതാണല്ലോ, അങ്ങനെ വഴങ്ങിയിട്ടുണ്ട്. ഈ പുസ്തകം ഒരു പ്രസ്റ്റേജിയസ് ആയിട്ടുള്ള ബുക്കാണ്. ഇത് പ്രിയ സദസ്സെന്നാണ് ഈ പുസ്തകത്തിൽ. ഇതൊരു ജീവചരിത്രം, എൻ്റെ ജീവചരിത്രമല്ല. ഇത് KM ധർമ്മൻ എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും ആചാര്യതുല്യനായ നാടക സംവിധായകനെ കുറിച്ചിട്ടുള്ള പുസ്തകം. അദ്ദേഹത്തിന് ഇപ്പോഴൊരു 94-95 വയസ്സ് കാണും കേട്ടോ. ആളുണ്ട്, പള്ളൂരുത്തിയില്ല, നല്ല സുന്ദരനാ. അദ്ദേഹം 400-ലധികം പ്രൊഫഷണൽ നാടകങ്ങൾ ഡയറക്റ്റ് ചെയ്ത ആളാണ്. ഗീതയുടെ ഒരു കാലത്ത് നാടകങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. കേരളത്തിൽ എനിക്ക് തോന്നുന്നു കാളിദാസൻ, KPSC തുടങ്ങിയിട്ടുള്ള ചില സമിതികൾ, അല്ലെങ്കിൽ KT മുഹമ്മദിന്റെ, കാരണം അവിടെയെല്ലാം അവർ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാളിദാസനിൽ മാധവൻ ചേട്ടനല്ല. അങ്ങനെ 3-4 സമിതിയിൽ ഒഴിച്ചാൽ ആ കാലത്തെ മിക്ക സമിതികളുടെയും നാടക സംവിധാനം KM ധർമ്മന. അല്ല, ഏത് നാടകമാണെങ്കിലും എഴുത്തുകാരൻ വേറെ ആയിരിക്കും, സമിതി വേറെ ആയിരിക്കും, പക്ഷെ അവസാനം നാടക സംവിധാനം KM ധർമ്മൻ എന്ന് പറയും. അങ്ങനെയുള്ള ഒരു വലിയ കലാകാരൻ. ആ വലിയ കലാകാരന്റെ ജീവചരിത്രമാണിത്.